നമസ്കാരം. ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഷെക്കീന ടെലിവിഷൻ ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ബഫർ സോൺ ഈ ഒരു വിഷയം കുറച്ച് കാലങ്ങളായിട്ട് തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. മലയോര കർഷകരുടെ നെഞ്ചിൽ എന്നും തീ കോരിയിടുന്ന ഒരു വിഷയം തന്നെയാണ് ബഫർ സോൺ എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ കർഷകർക്ക് അനുകൂലമായ അല്ലെങ്കിൽ കുടിയേറ്റ മേഖലയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് എടുത്തു എന്നുള്ള ഒരു വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോഴും കർഷകരുടെ ഉള്ളിൽ ഒരു ആധി നിലനിൽക്കുന്നുണ്ട്. കുടിയേറ്റ മേഖലയിലുള്ള കർഷകർ ശരിക്കും വഞ്ചിക്കപ്പെടുകയാണോ എന്നും. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കൃഷിമന്ത്രി പി പ്രസാദ് 2017 കൊടുത്ത ഗ്രീൻ ട്രിബ്യൂണലിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള ഒരു ഹർജി ഇപ്പോഴും ഇവിടെ പ്രസക്തമാണ്. ആ ഹർജി ഇന്ന് കൃഷിമന്ത്രിയായിരിക്കുന്ന പി പ്രസാദ് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല എന്നുള്ള ഒരു വിഷയം വളരെ ഗൗരവത്തോടെയും ആശങ്കയോടെയും കൂടി തന്നെയാണ് കുടിയേറ്റ മേഖല കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃഷിമന്ത്രിയായിരിക്കുന്ന പി പ്രസാദ് ഈ ഹർജി പിൻവലിച്ചിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ ഒരു 2019 നിയമസഭയിലെ ഉത്തരവ് പിൻവലിച്ചു എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. ഈ ഒരു ആശങ്കകളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചകൾക്ക് പ്രതികരണങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് കാർഷിക പരിസ്ഥിതി നിയമ വിദഗ്ധൻ ശ്രീ ജെയിംസ് വടക്കനും പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ചാക്കോ കാളമ്പറമ്പിലുമാണ്. രണ്ടുപേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, ഈ ബഫർ സോൺ വിഷയത്തില് സർക്കാർ ഒരു ഇരട്ടത്താപ്പ് നയമാണോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്നാണ് കർഷകരുടെ അല്ലെങ്കിൽ കുടിയേറ്റ മേഖലയിലുള്ളവരുടെ ഒരു ആശങ്ക. എന്താണ് താങ്കൾക്ക് അതിലുള്ള ഒരു അഭിപ്രായം? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് ആധികാരികമായി ഫയർ റൂം ചർച്ച ചെയ്യുന്നതിന് ആദ്യമായി ഷെക്കീന ടിവിക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏകദേശം 20% വരുന്ന ജനവിഭാഗങ്ങളെ, അത് ക്രൈസ്തവർ മാത്രമല്ല മറ്റെല്ലാ സമുദായത്തിലുള്ള സമൂഹത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് എക്കോ സെൻസിറ്റീവ് സോൺ അഥവാ ബഫർ സോൺ നിലകൊള്ളുന്നത്. കേരളത്തിലെ 23 വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും, ദേശീയോദ്യാനങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ വനാതിർത്തിയിൽ നിന്ന് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ വായുദൂരം വരുന്ന ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും എല്ലാം ബഫർ സോൺ പരിധിയിൽ പെടുത്തുവാനായിട്ട് 2019 ഒക്ടോബർ മാസം 23-ാം തീയതി സംസ്ഥാന മന്ത്രിസഭ ശുപാർശ ചെയ്യുന്നതായിട്ടും അംഗീകരിക്കുന്നതായിട്ടും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ അന്ന് മുതൽ കിടക്കുന്ന കാര്യമാണ്. അതിനുശേഷമാണ് ആ മന്ത്രിസഭാ തീരുമാനത്തെ എൻഡോഴ്സ് ചെയ്യുന്നു തോന്നുമാറ് സുപ്രീം കോടതിയുടെ 2022 ജൂൺ 3 വിധി വന്നത്. ആ വിധിയിലും സർക്കാർ ശുപാർശ ചെയ്ത അതേ കാര്യം തന്നെയാണ് സുപ്രീം കോടതി എടുത്തു കാണിച്ച് വിധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ അതിന്റെ അതിർത്തിയിൽ നിന്ന് വായുദൂരത്തില് ജനവാസ കേന്ദ്രങ്ങളടക്കം ബഫർ സോൺ ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ 2 വിഷയങ്ങളാണ് കേരളത്തിൽ. ഒന്ന്, കഴിഞ്ഞ ഏകദേശം 12 വർഷത്തിലധികമായി കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ തുടർന്നുള്ള 121 വില്ലേജുകൾ ESA ആയി പ്രഖ്യാപിച്ച എക്കോ സെൻസിറ്റീവ് ഏരിയയുടെ പ്രോബ്ലം. രണ്ടാമത്തത്, 23 വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയോദ്യാനങ്ങൾക്കും ചുറ്റിനും 1 കിലോമീറ്റർ വായു ദൂരത്തിലുള്ള എക്കോ സെൻസിറ്റീവ് സോൺ. എക്കോ സെൻസിറ്റീവ് സോൺ ആണെങ്കിലും എക്കോ സെൻസിറ്റീവ് ഏരിയ ആണെങ്കിലും ഈ 2 പ്രദേശങ്ങളിലും 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ പരിസ്ഥിതി സംരക്ഷണ നിയമം സെക്ഷൻ 3 അനുശാസിക്കുന്ന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും സാധാരണക്കാരെ മതിയായ രേഖകളുടെ കൈവശം വെച്ച് അനുഭവിച്ച് കൃഷി ചെയ്ത് ഉപജീവനം കഴിച്ചു വരുന്ന ഭൂമിയിൽ അവന്റെ ജീവിതം ദുസ്സഹമാക്കുന്ന വിധത്തിൽ, അവന്റെ ഭാവി കൂമ്പടയുന്ന വിധത്തിൽ, അവന്റെ വരും തലമുറകൾ അന്യം നിന്ന് പോകുന്ന വിധത്തിലുള്ള നിയന്ത്രണങ്ങളും നിരോധനങ്ങളുമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് 1986 പരിസ്ഥിതി നിയമത്തിന്റെ ചൂട് പിടിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്കോ സെൻസിറ്റീവ് ഏരിയയും എക്കോ സെൻസിറ്റീവ് സോണും ആ പ്രഖ്യാപനങ്ങൾ അത് കോടതി വിധിയായി വന്നാലും
അന്തിമ വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ കസ്തൂരിരംഗൻ വിഷയത്തെ വിജ്ഞാപനമിറക്കിയ നിയമമാക്കിയാൽ ജനങ്ങളെ രണ്ടു വിധത്തിലും ഉപദ്രവിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിസ്സഹായരാകുന്ന ജനങ്ങളുടെ ഭാവി കൂമ്പടയുന്ന ഒരു നിയമനിർമ്മാണമാണ്. സുസ്ഥിര വികസനത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് മനുഷ്യനായിരിക്കണമെന്നുള്ള 1992 യുനെസ്കോയുടെ റിയോ കൺവെൻഷന്റെ ഡിക്ലറേഷന്റെ ഘടകവിരുദ്ധമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളുമാണ് പരിസ്ഥിതിയുടെ മറവിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാരിന്റെ വിജ്ഞാപനങ്ങളായാലും സുപ്രീം കോടതിയുടെ വിധികളായാലും. അപ്പൊ ഇപ്പോഴത്തെ ഈ വിധി 2022 ജൂൺ 3 പ്രഖ്യാപിച്ച് ആ വിധിയിൽ കോടതി കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എക്കോ സെൻസിറ്റീവ് സോൺ സംബന്ധിച്ച് ഇനി ആർക്കെങ്കിലും ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അതിനെ സമീപിക്കേണ്ടത് മറ്റൊരു കോടതിയുമല്ല, സുപ്രീം കോടതിയെ മാത്രമാണ്. രണ്ടാമത്, എക്കോ സെൻസിറ്റീവ് സോണിന്റെ ദൂരം 1 കിലോമീറ്ററിന് കൂട്ടാൻ വ്യക്തികൾക്കോ സംഘടനകൾക്കോ സുപ്രീം കോടതിയെ സമീപിക്കാം. എന്നാൽ എക്കോ സെൻസിറ്റീവ് സോണിന്റെ ദൂരപരിധി 1 കിലോമീറ്ററിന് കുറയ്ക്കുവാൻ വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഒന്നും സ്വാതന്ത്ര്യമില്ല. മറിച്ച് സംസ്ഥാന സർക്കാരുകൾക്കും യൂണിയൻ ടെറിട്ടറീസിനും മാത്രമാണ് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നത്. അവിടെ തന്നെ ഒരു ഇരട്ട നീതിയാണ്. വർദ്ധിപ്പിക്കാനായിട്ട് ആർക്ക് വേണമെങ്കിലും പോകാം, കുറയ്ക്കാനായിട്ട് സർക്കാരിന് മാത്രമേ പോകാവൂ. അപ്പൊ അവിടെ ഒരു വിവേചനമുണ്ട്. സോക്കോൾഡ് സ്യൂഡോ എൻവയോൺമെന്റലിസ്റ്റ് അല്ലെങ്കിൽ കപട പരിസ്ഥിതിവാദികൾക്കൊക്കെ കർഷകരെ ബുദ്ധിമുട്ടിക്കാൻ പരിസ്ഥിതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത് 1 കിലോമീറ്റർ ഉള്ളത് 10 കിലോമീറ്റർ ആക്കണമെന്നും കോടതിയെ സമീപിക്കാൻ അവകാശം കൊടുത്തിരിക്കുകയാണ്. അത് തന്നെയാണ് താങ്കൾ റോണി സൂചിപ്പിച്ചതുപോലെ മിസ്റ്റർ ബി പ്രസാദിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലനിൽക്കുന്ന കേസിലും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ ഈ വിധിയെ നമ്മുടെ സംശയദൃഷ്ടിയോടെ പലപ്പോഴും കാണേണ്ടി വരും. അതിനെ ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയും. അതവിടെ നിൽക്കട്ടെ. ഇനി അത് എന്ത് ചെയ്യണമെന്ന് കോടതി അതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ F പാരഗ്രാഫിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതീവ താല്പര്യമുള്ള അതീവ പൊതുജന താല്പര്യമുള്ള വിഷയമാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ശുപാർശകളും നിർദ്ദേശങ്ങളും സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ ശുപാർശയോടെ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നാണ് ഒരു കാര്യം. രണ്ടാമത്തത്, 3 മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാരിന് എക്കോ സെൻസിറ്റീവ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഏരിയയിലെ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാവാമില്ലാതിരിക്കാം. അതിന്റെ സ്ഥിതിവിവര കണക്കുകൾ സുപ്രീം കോടതിയിൽ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ സർക്കാർ ചെയ്യണം അടിയന്തരമായി. ഒന്ന്, എക്കോ സെൻസിറ്റീവ് സോണിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പ്രദേശത്തെ സ്ഥലസ്ഥിതി വ്യക്തമാക്കുന്ന സ്ഥിതിവിവര കണക്കുകൾ സുപ്രീം കോടതിക്ക് സെപ്റ്റംബർ മാസം 1-ാം തീയതിക്കുള്ളിൽ കൊടുത്തിരിക്കണം. രണ്ടാമത്തത്, നിങ്ങൾക്കതിൽ പരാതിയുണ്ടെങ്കിൽ ഏരിയ കുറയ്ക്കാനായിട്ടാണ് നിങ്ങളുടെ ഡിമാൻഡെങ്കിൽ അത് ശക്തമായ പൊതുജന താല്പര്യം മുൻനിർത്തിയാണെങ്കിൽ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിക്ക് നിങ്ങളുടെ ശുപാർശകളും നിങ്ങളുടെ കണക്കുകളും അവതരിപ്പിച്ച് അവരുടെ ശുപാർശയോടുകൂടി നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. ഈ 2 കാര്യങ്ങൾ ചെയ്യേണ്ട സർക്കാർ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. ഒന്നാമത്തത്, 2019 ഒക്ടോബർ 23 ഈ വിധി ഇതുവരെ പിൻവലിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ മന്ത്രിസഭാ തീരുമാനം ഇതുവരെ പിൻവലിച്ചിട്ടില്ല. മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന വിധത്തിൽ നിയമസഭ ഒരു പ്രമേയം പാസാക്കി കേന്ദ്രത്തെയും സുപ്രീം കോടതിയെയും ഭരമേൽപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു വശത്ത്. രണ്ടാമത്, ഈ മന്ത്രിസഭാ തീരുമാനം നിലനിൽക്കെ തന്നെ 1 കിലോമീറ്ററിനുള്ളിൽ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഒഴിവാക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മന്ത്രിസഭാ പ്രഖ്യാപനം രണ്ടാമത്. 1 കിലോമീറ്റർ വായുദൂരം നിലനിൽക്കുന്ന ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഒഴിവാക്കുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധിക്ക് നിരക്കുന്നതല്ല, ജനങ്ങളെയും കർഷകരെയും കബളിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് സ്വീകാര്യമല്ല. മറിച്ച് വളരെ വ്യക്തമായിട്ട് സർക്കാരിന് ചെയ്യാവുന്ന കാര്യമാണ് 2019 ഒക്ടോബർ 21 വിധി. അതിൽ തന്നെ ഒരുപാട് ആശങ്കകൾ ഉണർത്തുന്നതായതുകൊണ്ടും പ്രത്യാഘാതങ്ങളുള്ളതായതുകൊണ്ടും അതിന്റെ ഇമ്പാക്ട് സ്റ്റഡിയിൽ ഞങ്ങൾക്ക് വ്യക്തമായതുകൊണ്ടും ആ മന്ത്രിസഭാ തീരുമാനത്തെ ഞങ്ങൾ പിൻവലിക്കുകയും ഈ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും എല്ലാം വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ വന്യജീവി സങ്കേതത്തിൽ അതിർത്തി പങ്കെടുത്തുണ്ടെങ്കിൽ അവിടെയെല്ലാം ബഫർ സോൺ 0 ആക്കുകയും ചെയ്യണമെന്ന് വ്യക്തമായിട്ട് സർക്കാർ മന്ത്രിസഭാ തീരുമാനമായി കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അതിന് പകരം ആ തീരുമാനങ്ങളൊക്കെ അവിടെ നിലനിൽക്കുക അതിനുള്ളിലുള്ള കൃഷിയിടങ്ങളെയും
അതിനുള്ളിലുള്ള ജനവാസ കേന്ദ്രങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് 1 കിലോമീറ്റർ ബഫർ സോൺ എന്ന ആശയം ഭരണപരമായി നിലനിൽക്കുമെങ്കിലും അതൊരു കബളിപ്പിക്കലിന്റെ മറ്റൊരു മുഖമായിട്ട് ജനങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടത് ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ, സാധാരണക്കാരായിട്ടുള്ള 50 ലക്ഷത്തോളം ജനങ്ങളെ അവരുടെ ജീവനും സ്വത്തിനും അവർക്കുള്ള അവകാശങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വഴിയാധാരമാക്കുന്ന ഇത്തരം നിയമനിർമ്മാണങ്ങളെയും മന്ത്രിസഭാ തീരുമാനങ്ങളെയും ഇല്ലാതാക്കാൻ തക്കതായിട്ടുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും അത് വളരെ അടിയന്തരമായി സെപ്റ്റംബർ 3 മുമ്പായിട്ട് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജെയിംസ് വടക്കൻ, അങ്ങ് ഇത്തരം വിഷയങ്ങളിൽ നിരവധി ലേഖനങ്ങളും ആർട്ടിക്കിളുകളും ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അതൊക്കെ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. 1991 വന്യജീവി നിയമ ഭേദഗതിയിലൂടെ തന്നെ 26A തന്നെ ഇതിന്റെ പരിധി നിർണ്ണയിക്കുവാനുള്ള ഒരു അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. അതായത് ബഫർ സോണുകളോ അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും പരിധി നിർണ്ണയിക്കുവാനുള്ള ഒരു അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ഒഴിച്ച് ബാക്കിയെല്ലാം താൽക്കാലിക വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോ സംസ്ഥാന സർക്കാരിന് ബഫർ സോണിന്റെ പരിധി നിശ്ചയിക്കാൻ പരിപൂർണ അധികാരം സംസ്ഥാന ഗവൺമെന്റിനും ഉണ്ട് സ്ഥിതിക്കാണ് ഇത്തരമുള്ള കുറേയധികം ആശങ്കകൾ ഒക്കെ പൊതുസമൂഹത്തിനുണ്ടാവുന്നത്. ഗവൺമെന്റ് ഇക്കാര്യത്തിലൊക്കെ എന്തോ ഒരു ഗൂഢലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതായിട്ടും നമുക്ക് തോന്നുന്നു. എന്താണ് അങ്ങേക്ക് ഇത്തരം വിഷയങ്ങളിലുള്ള ഒരു അഭിപ്രായം? നമ്മളിത് ചർച്ച ആരംഭിക്കുമ്പോൾ ആമുഖമായിട്ട് പറയേണ്ടത് ഏറ്റവും അവസാനം വന്ന ആറളം വന്യജീവി സങ്കേതത്തിന് ചുറ്റുമുള്ള ബഫർ സോണിൽ പെടുന്ന വില്ലേജുകളെ നമ്മളൊന്ന് പരിശോധിക്കണം. അതിനകത്ത് കേളകം എന്ന് പറയുന്നൊരു വില്ലേജ് ഈ ആറളം വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണിൽ വന്നിട്ടുണ്ട്. ഇതിക്ക് മുമ്പ് ഗാഡ്ഗിൽ കമ്മിറ്റി വന്നു, പിന്നീട് കസ്തൂരിരംഗൻ കമ്മിറ്റി വന്നു, പിന്നീട് ഈ 2 കമ്മിറ്റിയുടെയും ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി ഉമ്മൻ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. ഇതില് ഏറ്റവും എൻവയൺമെന്റൽ എക്സ്പേർട്സ് ഏറ്റവും ഉണ്ടായിരുന്ന കമ്മിറ്റി ആയിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി. ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പോലും കേളകം എന്ന് പറയുന്ന വില്ലേജ് ഒരു ESA പരിധിപ്പെടുന്ന വില്ലേജായിട്ട് അവര് നോട്ടിഫൈ ചെയ്തിട്ടില്ല. പിന്നീട് വന്ന കസ്തൂരിരംഗൻ കമ്മിറ്റിക്കകത്തും ഈ കേളകം വന്നിട്ടില്ല. പക്ഷെ ഈ എക്സ്പെർട്ടൈസ് ഒന്നും ഇല്ലാത്ത വനം വകുപ്പ് ഈ ആറളം വന്യജീവി സങ്കേതത്തിന് ചുറ്റും ബഫർ സോൺ ഉണ്ടാക്കിയപ്പം കേളകം എന്ന് പറഞ്ഞ വില്ലേജ് അവിടെ കടന്നു വന്നു. സത്യത്തിൽ അതിന്റെ അർത്ഥം ഇതൊന്നും ഒരു ടെക്നിക്കൽ അനാലിസിസിന് ഇവര് നടത്തുന്നതല്ല. എന്തോ ഗൂഢലക്ഷ്യത്തോടുകൂടി ആരെയൊക്കെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കണമെന്ന ചിന്താഗതിയോടുകൂടി നടക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോഴത്തെ ഈ ബഫർ സോൺ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഇപ്പോൾ ഏതാണ്ട് മൊത്തമുള്ള ഭൂവിസ്തൃതിയുടെ 24 അല്ലെ 25% സംസ്ഥാന സർക്കാരിന്റെ വനാവരണമാണെങ്കിൽ 29% കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഭൂമിയുടെ വനാവരണമാണ്. അപ്പൊ വനം വകുപ്പിനേക്കാളും സംസ്ഥാന സർക്കാരിനേക്കാളൊക്കെ ഏറ്റവും വലിയ പരിസ്ഥിതി സംരക്ഷകർ കേരളത്തിലെ കർഷകർ തന്നെയാണ്. അങ്ങനെ മൊത്തം ഭൂവിസ്തൃതിയുടെ 54% വനാവരണം ഉള്ള ഒരു സംസ്ഥാനത്തില് ഇപ്പോൾ ഈ പറയുന്ന ഗോവ ഫൗണ്ടേഷൻ കൊടുത്ത കേസിലോ രാജസ്ഥാനിലെ മൈനിങ് കേസിലോ ഒന്നും ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല കേരളത്തിലുള്ളത്. അപ്പം എന്തിനു വേണ്ടിയാണ് ബഫർ സോൺ കൊണ്ടുവന്നിരിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണമാണ്, വനങ്ങളെ സംരക്ഷിക്കുന്നതാണ്, മരങ്ങളെ സംരക്ഷിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തില് ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ദേശീയ ശരാശരി 23% ഉള്ളപ്പോൾ നമ്മളിപ്പോ 54% വനാവരണമുള്ള ഒരു എന്താ പറയുന്ന ഇരട്ടി ആവശ്യത്തില് ഇരട്ടി വനമുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മൾ ഇതിന്റെ ഒരു ചരിത്രം കുറച്ച് പിന്നോട്ട് നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ടിലൂടെ ഏതാണ്ട് 5 ലക്ഷം ഹെക്ടർ സ്വകാര്യ വനവും സ്വകാര്യ ഭൂമിയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരുന്നു. പക്ഷെ ആ ആക്ടിന്റെ പേര് കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആക്ട് ആണെങ്കിലും അതിന്റെ പ്രിയാമ്പിള് പറയുന്നത് കേരളത്തിലെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കൃഷി ചെയ്യാനായിട്ട് വീതിച്ചു നൽകാനായിട്ട് ഏറ്റെടുക്കാനാണ് ഈ നിയമം എന്നാ പറയുന്നത്. അപ്പൊ അന്ന് എടുത്ത ഈ 5 ലക്ഷത്തോളം ഹെക്ടർ ഭൂമി കർഷകർ കൊടുക്കുന്നതിന് പകരം അത് വനഭൂമിയായിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോഴും അത് വെസ്റ്റഡ് ഫോറസ്റ്റ് എന്നാ പറയുന്നത്, ഫോറസ്റ്റ് എന്ന് അവർ പറയുന്നില്ല.
ഇനി 71 അങ്ങനെ കേരളത്തിലെ വനത്തിന്റെ വിസ്തൃതി കൂട്ടാനായിട്ട് വനം വകുപ്പ് നടത്തിയ ഒരു കുൽസിത ശ്രമം തന്നെയായിരുന്നു ഈ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആക്ട്. അത് സുപ്രീം കോടതി വരെയുള്ള കേസുകൾ നടത്തി ഏതാണ്ട് ഭൂരിഭാഗം ഏറ്റെടുത്ത സ്ഥലങ്ങളും തിരിച്ചു പോകേണ്ട കാലാവസ്ഥ വന്നപ്പോൾ ലോകത്തിലെ ആദ്യമായിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ലോകത്തിലെ ആദ്യമായിട്ട് 2000 കേരളത്തില് ഒരു പുതിയ വനനിയമം വന്നു. അത് കേരള EFL നിയമം എന്ന് പറയും, കേരള എക്കോളജിക്കലി ഫ്രഗൈൽ ലാൻഡ് ആക്ട്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു EFL ആക്ട് ഒരു നിയമമായിട്ട് വരുന്നത്. അത് കേരളത്തിലാണ് ആദ്യം വന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമികള്, കർഷകരുടെ ഭൂമികള്, റവന്യൂ ഭൂമികള് വനത്തോട് ചേർത്തിട്ട് വനത്തിന്റെ വിസ്തൃതി കൂട്ടുക എന്നുള്ളതായിരുന്നു. നമ്മള് പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു കാര്യം, ഈ എന്തുകൊണ്ടാണ് ESA വരേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ ഗഹനമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു പ്രണോബ് സെൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. പ്രണോബ് സെൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആണ് ഒരു സ്ഥലത്തെ ESA ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന പാരാമീറ്റേഴ്സ് ഒന്നും നമ്മളിപ്പോ ഈ പറഞ്ഞ 123 ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ വില്ലേജുകളിലോ അല്ലെങ്കിൽ ഉമ്മൻ കുറച്ചുകൂടെ 91 വില്ലേജുകളിലൊന്നും ആ പറയുന്ന പാരാമീറ്റേഴ്സ് ഒന്നും കംപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ സത്യത്തില് ഇത് പരിസ്ഥിതി സംരക്ഷണമല്ല, വനവിസ്തൃതി കൂട്ടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇനി വീണ്ടും നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രസന്റ് ഇഷ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ 23 വനം വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും ഉണ്ടെന്നാണ് പറയുന്നതെങ്കിലും സത്യത്തിൽ 25 എണ്ണം ഉണ്ട് ഇവിടെ. ഈ 25 ദേശീയ ഉദ്യാനങ്ങൾക്കും വന്യജീവി സങ്കേതങ്ങൾക്കും കൂടെ ഏതാണ്ട് 3300ഓളം സ്ക്വയർ കിലോമീറ്റർ വനഭൂമി ഇപ്പോൾ ഉണ്ട്. ആകെയുള്ള വനഭൂമിയുടെ 35% ഇതുപോലത്തെ ഈ ഇപ്പം നിലവിലുള്ള വന്യജീവി സങ്കേതങ്ങൾക്ക് ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ വന്യജീവി സങ്കേതങ്ങൾ പേര് തന്നെ വന്യജീവി സംരക്ഷണം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ വന്യജീവി സംരക്ഷണത്തിനായിട്ട് ഈ 3300 ശിഷ്ടം സ്ക്വയർ കിലോമീറ്റർ വനം കൊടുക്കുമ്പം അവിടെ എത്ര മൃഗങ്ങളുണ്ടെന്ന് പഠിക്കണമല്ലോ. ഇപ്പൊ അതിന്റെ കണക്കെടുത്തപ്പം 1993 ഈ പറയുന്ന വന്യജീവി സങ്കേതങ്ങളായിട്ട് കേരളത്തിലുണ്ടായിരുന്നത് 4286 ആനയായിരുന്നെങ്കിൽ ഇപ്പൊ അത് 7490 ആനയായി. ഇനി മലമ്പോത്താണെങ്കിൽ 4840 എന്ന് പറഞ്ഞ 17860 എണ്ണമായി. എല്ലാം മലയണ്ണാനാണെങ്കിൽ 1384 എന്നും 88918 എന്ന് പറഞ്ഞാല് ഇപ്പോഴുള്ള ഈ പറയുന്ന വന്യജീവി സങ്കേതങ്ങളില് വന്യജീവികള് പെറ്റുവരികയാണ്. ലോകത്തെല്ലായിടത്തും ശരിക്കും പറഞ്ഞാൽ വന്യജീവികളിൽ പോലും എന്നാ പറഞ്ഞ കള്ളിങ്, അതായത് അവരുടെ ജനന നിയന്ത്രണം നടത്തുന്നുണ്ട്. നമ്മളത് നടത്തുന്നില്ല. അടുത്ത ചോദ്യം, ഈ നമ്മുടെ വന്യജീവി സങ്കേതങ്ങൾ മുഴുവൻ കേരളത്തിലെ റിസർവ് ഫോറസ്റ്റിനകത്താണ്. അപ്പൊ ഈ റിസർവ് ഫോറസ്റ്റിനകത്ത് ഉള്ള വന്യജീവി സങ്കേതങ്ങളുടെ എന്നാ പറയുന്നത് നമ്മുടെ അതിന്റെ ഒരു അതിർത്തി ഈ വനവും വിട്ട് കൃഷിഭൂമിയിലേക്ക് വരേണ്ട യാതൊരു കാര്യവുമില്ല. അത് പ്രസക്തമല്ലാത്തൊരു കാര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ വനവിസ്തൃതി കൂട്ടുക എന്നുള്ള ഒറ്റ അജണ്ട അല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന വന്യജീവി സങ്കേതങ്ങളിലെ വന്യജീവികളുടെ സംരക്ഷണത്തിനും സുഖസൗകര്യങ്ങൾക്കായിട്ടാണെങ്കിൽ വനത്തിനുള്ളിൽ തന്നെ വനത്തിനകത്തേക്ക് ഇതിനെ നീട്ടാൻ പറ്റും ഈ വന്യജീവി സങ്കേതങ്ങളുടെ ഭൂവിസ്തൃതി. അപ്പൊ വന്യജീവി ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അങ്ങ് നേരത്തെ പറഞ്ഞു ദേശീയ ശരാശരി 23 ഉള്ളപ്പോഴാണ് കേരളത്തിലെ 54 വനത്തിന്റെ ശരാശരി 54% എന്നുള്ളത് പറയുന്നു. അപ്പോൾ അത്രം ഇരട്ടിയിലധികം ശരാശരി നമുക്ക് കേരളത്തിൽ കൂടുതലായിരിക്കുമ്പോൾ വീണ്ടും ഗവൺമെന്റിന് ഫോറസ്റ്റിന്റെ വലിപ്പം കൂട്ടേണ്ട ഒരു ആവശ്യകത അവിടെയുണ്ടോ, അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യം അതിനുള്ളിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലേക്ക് വരുമ്പോഴേ ഈ എല്ലാ ഫണ്ടിങ്ങും വരുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മള് ഇതിന്റെ പിന്നോട്ടുള്ള ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഈ നൂതനമായിട്ടുള്ള ഒത്തിരി ഈ വനം റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചും ആഗോളതലത്തില് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്ന ഒരു മേഖല കേരളത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് ഗവേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോ ഇതിന്റെ ഈ പാരിസ്ഥിതിക പ്രശ്നമാണെങ്കിൽ, ഞാനിത് ഔട്ട് ഓഫ് സബ്ജക്ട് പറയുകയല്ല, അങ്ങനത്തെ ഒരു വനസംരക്ഷണമാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിലെ വനങ്ങളിൽ ഉള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, ജലവൈദ്യുത പദ്ധതികൾ, അതിനെ നമ്മൾ എതിർക്കുക പരിസ്ഥിതി പ്രവർത്തകർ. ലോകത്തിലെ ഏറ്റവും ക്ലീനസ്റ്റ് എനർജി എന്ന് പറയുന്നത്, ക്ലീനസ്റ്റ് സസ്റ്റൈനബിൾ എനർജി എന്ന് പറയുന്നത് ഹൈഡ്രോ പവർ ആണ്. സോളാറോ വിൻഡോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രീൻ എനർജി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിരിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്ന നമ്മൾ തന്നെ അങ്ങേപ്പുറം ലോകത്തിലെ ഏറ്റവും വിനാശകരമായ വൈദ്യുതി ഉൽപാദനമായ തെർമൽ പവറിലേക്ക് മറക്കുകയാണ്. ഇപ്പൊ വന്ന് കേരളത്തിലെ മൊത്തം വൈദ്യുതി ഉപയോഗത്തിന്റെ 70% തെർമൽ പവറായി.
അപ്പൊ ആ വൈരുദ്ധ്യങ്ങളൊന്നും ആരും കാണുന്നില്ല. ആ തെർമൽ പവർ കൊണ്ടാണ് നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതും ഇവിടെ ഈ പറഞ്ഞ ഇന്നലെ ഇന്നൊക്കെ ഉണ്ടാകുന്ന മഴയുടെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തില് ഈ വന്യജീവി സംരക്ഷണത്തിനോ അല്ലെങ്കിൽ വനസംരക്ഷണത്തിനോ വനാവരണത്തിനോ ഉള്ള മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നതിന്റെ ഇരട്ടിയോളം കാര്യങ്ങൾ റേഷൻ നോക്കുകയാണെങ്കിൽ കേരളം ചെയ്തിട്ടുണ്ട്. ആ കേരളം ചെയ്തിരിക്കുന്ന കേരളത്തെ വനംവകുപ്പല്ല ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണക്കെടുത്തോ, വനംവകുപ്പിന്റെ 1 സ്ക്വയർ കിലോമീറ്റർ പോലും ഏരിയ കൂട്ടാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്രീനറി പച്ചപ്പ് ട്രീ കവർ കൂട്ടാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കർഷകര് അവർക്ക് വരുമാനം ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന കൃഷിത്തോട്ടങ്ങളിലാണ് ഈ ശരിക്കും പറഞ്ഞാല് ഈ ഗ്രീനറിയുടെ കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്. ഇപ്പൊ നമ്മള് സാറ്റലൈറ്റ് ഇമേജിംഗ് നടത്തുമ്പോൾ വനത്തിന്റെ ഡെൻസിറ്റിയേക്കാൾ കൂടുതൽ ഗ്രീൻ ഡെൻസിറ്റി ഉള്ളത് കർഷകർ കൃഷിഭൂമിയിലാണ്. അപ്പൊ അവരെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ കുടിയിറക്കാനുള്ള നീക്കം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ കേരളത്തിന്റെ ശാപം എന്ന് പറയുന്നത്, നിങ്ങൾ 1957 തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ വനംവകുപ്പ് മന്ത്രിമാരെയും എടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും AKG ഒഴിച്ച്, AKG ഫാദർ വടക്കനും ഈ അയ്യപ്പമുഖയിൽ നടന്ന കുടിയിറക്കിൽ പറഞ്ഞ കാര്യമുണ്ട്, മനുഷ്യനെ ഭക്ഷണം കൊടുത്തിട്ട് മതി മൃഗങ്ങളെ നന്നാക്കാൻ. ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത AKG കൊണ്ട് അവസാനിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നീട് എല്ലാവരും ഈ പറയുന്ന വനം വർധനവിനെ അതിന്റെ പരിസ്ഥിതി പ്രവർത്തനത്തെ പുറകെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വനം വർദ്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. കാരണം ഇവിടുത്തെ വന്യജീവികൾക്ക് ജീവിക്കാൻ ഉള്ളതിന്റെ ഒരു 100 മടങ്ങെങ്കിലും വനം ഇപ്പൊ കേരളത്തിലുണ്ട്. അതുകൊണ്ട് വനം ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഡോക്ടർ ചാക്കോ കാളപ്പറമ്പിലേക്ക് വരികയാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ബഫർ സോൺ വിഷയത്തില് ക്രൈസ്തവ സമുദായം ഒറ്റയടിക്ക് പല മേഖലകളിൽ, തലശ്ശേരി മുതൽ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള മേഖലകളിലെല്ലാം ക്രൈസ്തവ സമുദായങ്ങളും വിവിധ സംഘടനകളുമാണ് ഏറ്റവും അധികം ഈ ബഫർ സോൺ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കിഫ പോലെയുള്ള മറ്റ് സംഘടനകളുമുണ്ട്, അതിനൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല. കത്തോലിക്ക കോൺഗ്രസും ഒക്കെ ഇതിന് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. താമരശ്ശേരി രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഞാൻ അങ്ങയുടെ ഈ കാര്യം ചോദിക്കുന്നത്. നേരത്തെ ജെയിംസ് വടക്കൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു, മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ട് മതി മൃഗസംരക്ഷണം എന്നുള്ള കാര്യം. നിയമങ്ങൾ ആദ്യം മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ നിയമങ്ങൾ. പക്ഷെ ഇവിടെ മനുഷ്യന് ഭീഷണിയായിട്ടാണ് പല കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് സർക്കാരാണ് കുടിയേറ്റ മേഖലയിലേക്ക് ജനങ്ങളെ വിട്ടിരുന്നത്, കുടിയേറ്റത്തിലേക്ക് പ്രേരിപ്പിച്ച സർക്കാരാണ്. അപ്പോൾ ക്രൈസ്തവ സമുദായത്തെ ബഹുഭൂരിപക്ഷം ആളുകളും, കുടിയേറ്റ മേഖലയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും നേരിടുന്ന ഈ വിഷയത്തിൽ സമുദായത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഒരു ആശങ്ക എന്താണ്? വാസ്തവത്തിൽ ഈ ഒരു വിഷയം കേരളത്തിലെ ക്രൈസ്തവ സമുദായം ഏറ്റെടുക്കുന്നത് അത് ക്രൈസ്തവ സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് മാത്രമല്ല. അതായത് ഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കൃത്യമായിട്ട്, നീതിരഹിതമായ നിയമങ്ങൾ അനുസരിക്കുമെന്ന അന്ധവിശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം അടിമത്തം നിലനിൽക്കുന്നതാണ് ഗാന്ധിജി പറയുന്നത്. നീതിരഹിതമായ നിയമങ്ങൾ അനുസരിക്കുമെന്ന അന്ധവിശ്വാസം നിലനിൽക്കുന്ന കാലത്തോളം അടിമത്തം നിലനിൽക്കും. അഹിംസാവാദിയായ പ്രതിരോധക്കാർക്ക് മാത്രമേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇല്ലായ്മ ചെയ്യാനാവൂ എന്ന് ഗാന്ധിജി പറയുന്നു. അപ്പൊ ഇവിടെ ഒരു വിധത്തിലുള്ള ഒരു അന്ധവിശ്വാസമാണ് നീതിരഹിതമായിട്ടുള്ള ഈ നിയമങ്ങൾ. അതൊരു അടിമത്തമാണ്. ഞാനൊരു പ്രാവശ്യം ഒരു സർക്കാരിന്റെ ഉന്നത വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു, ഈ ബഫർ സോണുകളും ഈ ഇക്കോ സെൻസിറ്റീവ് ഏരിയയും ഒക്കെ പലപ്പോഴും ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലടക്കം അവിടെയുള്ള 9ഓളം വില്ലേജുകളിലെ 8 വില്ലേജുകളും ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള CPM-ന്റെ MLA-മാർ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇത്തരത്തിൽ വിഷമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അതിനെ ഏറ്റെടുത്ത് ആ വിഷയം നിയമസഭയിലും അല്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടത് സത്വരമായ നടപടിക്ക് ശ്രമിക്കാത്തതെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞാനിവിടെ പറയുകയാണ്. ഞാൻ ആ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ആളുകളൊന്നും ഇതൊന്നും പഠിക്കില്ല, നിങ്ങളിത് പഠിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞങ്ങളുടെ ആളുകൾ MLA-മാരോടൊപ്പം ആൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇത് അദ്ദേഹം പറഞ്ഞത് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണെങ്കിൽ അതൊരു സത്യമാണ്. ഇവിടെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പലപ്പോഴും സഭയുടെ ഔദ്യോഗികമായ നിലപാട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെയും സമൂഹത്തെയും സംരക്ഷിക്കാനുള്ള നിലപാടിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സഭാ നേതൃത്വങ്ങളും അതുപോലെ സഭയുടെ അംഗങ്ങളും പഠിച്ച് അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കി ആ വിഷയത്തിനെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അഹിംസയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ തീർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ, ഇത്തരം അന്ധവിശ്വാസ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ സഭ ശ്രമിക്കുന്നതിന്റെ ഒരു കാരണം. ഞാനിവിടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ്. ESA, നമ്മളിവിടെ ബഫർ സോണിനെ കുറിച്ച് ESSനെ കുറിച്ചും പറയുമ്പോൾ ESAയുടെ കാര്യം മറന്നു പോകരുത്. ESAയിലെ കേരളത്തിലെ 121 വില്ലേജുകളെ കൊണ്ട് കേരളത്തിലെ മുഴുവൻ പരിസ്ഥിതി സംരക്ഷിച്ചെടുക്കാം എന്നുള്ള ഒരു
അബദ്ധജടിലമായിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് കസ്തൂരിരംഗൻ കൊണ്ടുവന്നത്. ഗാഡ്ഗിൽ പറഞ്ഞ 36 താലൂക്കിലും 80 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 546 ഗ്രാമപഞ്ചായത്തുകളിലും ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോ അതെല്ലാം ചുരുക്കി 121 വില്ലേജുകളിൽ നടപ്പാക്കിയാൽ ഇവിടുത്തെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുമെന്നുള്ള അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവനയുമായിട്ട് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുമായിട്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നിലകൊള്ളുന്നത് കേരളത്തിലേക്ക്. പ്രത്യേകിച്ചും അവിടെ നമുക്ക് തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമുണ്ട്. ഈ 121 വില്ലേജുകളില് ആകെ കാണിച്ചിരിക്കുന്ന ഉമ്മൻ കമ്മിറ്റി കാണിച്ചിരിക്കുന്ന ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 9107 ആണ്. കേരളത്തിലെ ആകെ ഫോറസ്റ്റ് ഏരിയയും 9100-അടുത്താണ്. വനം വകുപ്പ് സംരക്ഷിക്കുന്ന ഫോറസ്റ്റ് ഏരിയ 9100 ആണ്. അത് കേരളത്തിലെ മുഴുവൻ ഫോറസ്റ്റ് ആണ്. ഈ മുഴുവൻ ഫോറസ്റ്റിനെയും ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് 121 വില്ലേജിലെ ഫോറസ്റ്റ് ആയി കാണിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 123 വില്ലേജിലെ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും അവരുടെ ഉപജീവന മാർഗമായ ഭൂമിയും മതിയായ രേഖകളുള്ള സ്ഥലങ്ങളും എല്ലാം റിസർവ് ഫോറസ്റ്റായി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കേന്ദ്രം ആവശ്യപ്പെടുന്നത് 9107 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് 121 വില്ലേജിലുണ്ട്. അത് കാണണം. അത് കൊടുത്തത് ഇവിടുന്ന് തന്നെയാണ്. എന്നാൽ അത് തെറ്റിപ്പോയി, അത് തിരുത്തണമെന്ന് പറയാനുള്ള ആർജവം പറയുന്നത് ഒരൊറ്റ നേതാവിനെ കേരളത്തിൽ കിട്ടുന്നില്ല. ഒരു പരിസ്ഥിതിവാദിയും കാണാൻ കഴിയുന്നില്ല. 121 വില്ലേജുകളിലെ ജനങ്ങളുടെ ജീവന സ്വത്തിനും ഉപജീവനത്തിനുമുള്ള വസ്തുവകകൾ എടുത്ത് റിസർവ് ഫോറസ്റ്റ് ആക്കി കാണിച്ച് കേന്ദ്രത്തിന് കൊടുത്തിട്ട് കേന്ദ്രത്തിൽ പഴിഞ്ഞാൽ രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു കപട രാഷ്ട്രീയമുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണം, അതിനെ നമ്മൾ എതിർക്കണം. അത്തരം അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ള എന്റെ അഭിപ്രായം. ഓക്കെ, ശ്രീ ജെയിംസ് വടക്കൻ, ഇപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞു 93-ലെ വന്യജീവികളുടെ കണക്ക് നോക്കുമ്പോഴും ഇപ്പോഴത്തെ പ്രസന്റ് കണക്ക് നോക്കുമ്പോഴും ഇരട്ടിയിലധികം വന്നിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമൊക്കെ വന്നിട്ടുണ്ട്. ഇത് തന്നെ കർഷകരെ ദ്രോഹിക്കാൻ, കാരണം വന്യജീവികൾ പെറ്റി പെരുകുമ്പോൾ അവർക്ക് ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ജനവാസ മേഖലകളിലേക്ക് വരും. അതിലൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ എന്താ പറയാ നിരുത്തരവാദപരമായ ഇടപെടലുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്തിന് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ഒത്തിരിയധികം കാലതാമസം അത്തരം വിഷയങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കർഷകരെ ദ്രോഹിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ കർഷകരെ കുടിയിറക്കുന്ന ഒരു ഭീഷണികളിലേക്ക് ഗവൺമെന്റ് അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞുകൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അറിഞ്ഞുകൊണ്ടൊക്കെ ഇടപെടലുകൾ നടത്തുകയല്ലേ. ഇതിൽ എന്താണ് താങ്കൾക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്? നമുക്ക് ഇതിനകത്ത് വ്യക്തമായൊരു ധാരണ വേണം. ഇപ്പോൾ ഇത് സംസ്ഥാനം പറയുന്ന കേന്ദ്രത്തിന്റെ കുഴപ്പമാണെന്ന് കേന്ദ്രം ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ വന്യജീവി സംരക്ഷണ നിയമത്തിനകത്തെ സെക്ഷൻ 26A പ്രകാരം അല്ലെങ്കിൽ അതിനകത്തെ എല്ലാ വകുപ്പുകൾ പ്രകാരവും ഈ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും കണ്ടെത്താനും നോട്ടിഫൈ ചെയ്യാനും ഫൈനലൈസ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. പൂർണ്ണാധികാരം, അപ്പം പരമാധികാരം. അത് ആ വന്യജീവി സങ്കേതങ്ങള് നിലവിലുണ്ടെങ്കിൽ ഇപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം ഇപ്പോൾ താൽക്കാലികമാണ്. കാരണം ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇനി അതിന് കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രസാദിന്റെ കാര്യമില്ല, പ്രസാദ് ചെന്നൈ ഗ്രീൻ ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ എടുത്താൽ കൃത്യം കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായിട്ടും അതിർത്തി പുനർനിശ്ചയിക്കാൻ വരെ അധികാരം കൊടുത്തിട്ടുള്ള ഒരു നിയമം കേരളത്തിലുള്ളപ്പോഴാണ് ഈ സംസ്ഥാനത്ത് 140 MLA ഒരു നിയമസഭാ സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കിയത്. എന്താണ് പ്രമേയം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ സത്യത്തില് ഇവിടെ ബഫർ സോണിന്റെ കാര്യത്തില് നോട്ടിഫിക്കേഷൻ നൽകുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രാലയമാണെങ്കിൽ പോലും അവരുടെ മന്ത്രി കഴിഞ്ഞ വർഷം രാജ്യസഭയിൽ എഴുതി കൊടുത്ത ഒരു റിപ്ലൈ ഉണ്ട്. ഇതിനകത്ത് ഈ സ്ഥലങ്ങൾ ഓഫർ ചെയ്യുന്നതും വീതി നിശ്ചയിക്കുന്നതും എല്ലാം സംസ്ഥാന സർക്കാരാണ്. അപ്പം ഈ വിഷയത്തില് 100% ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ 2014 നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അത് ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. 6 വന നിയമങ്ങള് കാലോചിതമായി പരിഷ്കരിക്കണം. ഇപ്പൊ നമ്മളെ ഈ കുടുക്കിലാക്കിയിരിക്കുന്ന എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അടക്കമുള്ള 6 വന നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാനായിട്ട് അദ്ദേഹം ഒരു TA സുബ്രഹ്മണ്യം കമ്മിറ്റിയെ കൊണ്ടുവന്നു. ആ സുബ്രഹ്മണ്യം കമ്മിറ്റി അതിന്റെ പൂർണ്ണതയെത്തിയില്ല. പക്ഷെ അങ്ങനെ ഒരു കർഷക രക്ഷയ്ക്കുള്ള ഒരു ഓഫറെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പൊ നമ്മളതല്ല, നമ്മള് ഇപ്പോ ഉള്ള വന നിയമങ്ങൾ 1926 തുടങ്ങിയുള്ള വന നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കണമെന്നുള്ള ഒരു നിലപാടാണ് കേരളത്തിന്റെ. അപ്പൊ ഇത് 100% സംസ്ഥാന സർക്കാരിന് ഒരു ദിവസം ഈ മന്ത്രിസഭയോ മന്ത്രിമാരോ ഇരുന്ന് കർഷകരെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതിക്കോ ഗ്രീൻ ട്രൈബ്യൂണലിനോ മറ്റാർക്കും ഇടപെടാനാവാത്ത രീതിയിൽ തീരുമാനം പറ്റും. പക്ഷെ ഇപ്പൊ ഒരു പ്രോസസ് ഉണ്ട്. ഈ 3/6/2022 കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മന്ത്രിസഭ യോഗം സംസ്ഥാന നിയമസഭ യോഗം ചേർന്ന് ഈ പറയുന്ന സെക്ഷൻ പ്രകാരം ഞങ്ങൾ ഇന്ന ദേശീയ ഉദ്യാനങ്ങളുടെ പരിധി അകത്തേക്ക് മാറ്റുകയാണ്.
കാരണം ഇപ്പൊ തന്നെ ആവശ്യത്തിന് വെച്ച സ്ഥലം ഇതിനുണ്ട് എന്ന് പറഞ്ഞ കാര്യകാരനെ സഹിതം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രമേയം പാസ്സാക്കി സെൻട്രൽ എംപവർ കമ്മിറ്റിക്ക് കൊടുത്തിട്ട് അത് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റിൽ കൂടെ സുപ്രീം കോടതി തീരാവുന്ന പ്രശ്നമുള്ള ഇത് വളരെ സിമ്പിൾ പ്രശ്നമാണ്. പക്ഷെ എനിക്കെതിരെ ആരാ ഇത് സങ്കീർണമാക്കുന്നുള്ള കാര്യം അതിന് വേറെ രാഷ്ട്രീയ അജണ്ട കാണുമായിരിക്കും. ഞാൻ അരുൺ ഒന്നും കുട്ടിവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വന്യജീവി ആക്രമണത്തെ കുറിച്ച് നമ്മള് ഘോരഘോരം പ്രസംഗിക്കുന്നത് കേൾക്കുന്നുണ്ട്. കേരളത്തിലെ ഈ വന്യജീവി ആക്രമണത്തിന് കാരണമായിട്ടുള്ളത് വാസ്തവത്തിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ചുറ്റും ബഫർ സോൺ വരാത്തതല്ല. കാരണം ബഫർ സോൺ വരുമ്പോ ഓൾറെഡി വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ ഇപ്പോൾ തന്നെ വന്യജീവി ആക്രമണത്തിൽ വിഷമിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഈ എക്കോ സെൻസിറ്റീവ് സോൺ അല്ലെങ്കിൽ ബഫർ സോണൂടെ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ നിയന്ത്രണങ്ങളും അതിന്റെ നിരോധനം കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും മനുഷ്യജീവിതം സാധ്യമാകില്ല. അത് ദുസ്സഹമായി തീരും. ഇരട്ട പ്രഹരമാണ്. അതുപോലെ ഒരു നിയമം ഉപയോഗിച്ച് എക്കോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞ കസ്തൂരംഗൻ ഗാഡ്ഗിൽ നിയമം ഉപയോഗിച്ച് ഈ പ്രദേശങ്ങളെ വനമാക്കി മാറ്റാൻ കഴിയാത്തതിന്റെ പേരിൽ മറ്റൊരു വാൾ ഉപയോഗിച്ച് വെട്ടി, രണ്ടാമത്തെ വാൾ ഉപയോഗിച്ച് വെട്ടി എങ്കിലും അതിനെ തകർക്കുന്ന രീതിയിൽ ഇപ്പൊ എക്കോ സെൻസിറ്റീവ് സോണുകൾ പ്രഖ്യാപനം ചെയ്യുകയാണ്. 16,300 കിലോമീറ്ററാണ് ജനവാസ കേന്ദ്രങ്ങളുടെയും അതുപോലെ വനത്തിന്റെയും അതിർത്തിയായി കിടക്കുന്ന കേരളത്തിന്റെ നീളം. ഈ 16,300 കിലോമീറ്റർ നീളത്തിൽ കേവലം 3,000 കിലോമീറ്റർ മാത്രമാണ് താൽക്കാലികമായ ഫെൻസിങ്ങോ ട്രെഞ്ചസോ എന്തെങ്കിലും ഉള്ളത്. ബാക്കി 13,000-ഓളം കിലോമീറ്റർ ഇന്നും യാതൊരു സംരക്ഷണവും ഇല്ലാതെ ജനങ്ങൾ വിഷമിക്കുകയാണ് ഈ വന്യമൃഗങ്ങളെ കൊണ്ട്. അതിന്റെ സമയത്താണ് ജെയിംസ് സാർ പറഞ്ഞതുപോലെ ഇവിടെ ഇതിന്റെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴും വന്യജീവി സങ്കേതങ്ങളുടെ പേരും പറഞ്ഞ് മനുഷ്യനെ കുരുതി കൊടുക്കുകയാണ്. അപ്പം ഈ വളരെ കൃത്യമായി പറയുന്നുണ്ട് UN, the efforts for preservation and improvement of the human environment must be for the benefit of all the people and for their prosperity. ഇത് മനുഷ്യന് ഇവിടെ വിലയില്ല. വന്യമൃഗങ്ങൾക്ക് വിലയുണ്ട്, കാട്ടുപന്നിക്ക് വിലയുണ്ട്, അല്ലെങ്കിൽ പേപ്പട്ടിക്ക് വിലയുണ്ട്. മനുഷ്യജീവന് വിലയില്ലാത്ത ഇത്തരം നിയമനിർമ്മാണങ്ങൾ ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു അടിമത്തമായിരിക്കുമ്പോൾ ആ അടിമത്തത്തെ അഹിംസാവാദത്തിലുള്ള തിരുത്താനുള്ള പരിശ്രമം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടും പ്രക്ഷോഭങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഉണ്ടാവുന്ന ഒരു സംശയമില്ല. തീർച്ചയായും ഞാൻ സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. നമുക്ക് നിയമം വേണ്ടത് മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി, മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ബഫർ സോൺ വിഷയത്തിലും സർക്കാർ ഒരു ഇരട്ടത്തപ്പ നയം തന്നെയാണ് കാണിക്കുന്നത്. കർഷകരോട് നിയമസഭ കൂടി കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് സുപ്രീം കോടതിയിലേക്ക് സമർപ്പിക്കേണ്ടതിന് പകരം ഇരട്ടത്താപ്പ് നയങ്ങൾ സർക്കാർ കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ വിഷയങ്ങൾ വീണ്ടും ഇനി ജനങ്ങളുടെ ചിന്തയിലേക്ക് വിടുകയാണ്. എന്തായാലും ഈ ബഫർ സോൺ വിഷയത്തിൽ ഇന്ന് നമ്മളോട് പ്രതികരണങ്ങൾക്ക് എത്തിയ ശ്രീ ജെയിംസ് വടക്കനും ഡോക്ടർ ചാക്കോ കാളപ്പറമ്പിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നന്ദി.